ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോകാം. ഇവിടെ തോരൻ തയ്യാറാക്കാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ 4 പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. കത്തി ഉപയോഗിച്ചിട്ടും നമുക്ക് അരിഞ്ഞെടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലത്തെ ബോർഡ് ഉപയോഗിച്ചിട്ടും നമുക്ക് ചോപ്പ് ചെയ്യാം. അപ്പം ഞാൻ ഈ ബോർഡിലാണ് 4ഉം കൂടെ നല്ല പോലെ കുനുകുന ആയിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ഈസിയാണ് ഇത് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട്. കത്തി ഉപയോഗിച്ചിട്ടാണെങ്കിൽ കൊത്തി കൊത്തി ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ, വലിയ പീസാക്കരുത്. അപ്പോൾ ഇതുപോലെ ഞാൻ 4 പീസുകളും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, തൊടുമ്പത്തെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ വേഗം വേവിച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വലിയ പീസായാലും വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നല്ലപോലെ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ തീയിൽ വെച്ച് കൊടുക്കണേ, തീ കൂട്ടി കൊടുക്കരുത്. അപ്പം നമ്മുടെ ബീട്രൂട്ടൊക്കെ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ചൂടാക്കി എടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചിരവിയതും 12 കാന്താരി മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം എരിവില്ലാത്ത മുളകാണ്. കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളിയിൽ ചെറിയ ഉള്ളിയാണ്. അത് നല്ലപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ട് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ അരപ്പുമായിട്ട് നല്ലപോലെ ബീട്രൂട്ട് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇളക്കിയിട്ട് അരപ്പൊക്കെ ബീട്രൂട്ടിൻ്റെ എല്ലാ സൈഡിലും വരുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ എരിവും അതുപോലെ തന്നെയാണ് ഉപ്പൊക്കെ പിടിച്ചിട്ട് ഈ അരപ്പിൽ കിടന്നിട്ട് നമ്മുടെ ബീട്രൂട്ട് നല്ലപോലെ വെന്ത് വരണം. ഞാനൊരു 4 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് തുറന്നതിന് ശേഷം ഇളക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് ഒരു 4 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതുപോലെ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നല്ല പോലെ കണ്ടോ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെയാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. നല്ല ഹെൽത്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബീട്രൂട്ട് തോരൻ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ